രണ്ടാമത്തെ ബീച്ച് ഏറ്റവും അടിപൊളി ലോകത്തിലെ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? വേൾഡിലെ മനസ്സിലൊന്നുമില്ലല്ലോ. ഞാൻ കളിച്ചോട്ടെ പൈസ എടുക്കും. ഞാൻ കണ്ടുകൂടോ എനിക്കെന്താ പറയള്ളത്? കൊറേ കാലത്തിന് ശേഷം കോഴിക്കോട് പോണ അത് നല്ല പോയിന്നല്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കൊറേ കാലത്തിന് ശേഷം ഇപ്പൊ ഒരു ലോങ് വീഡിയോ ഇടണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ്? കോഴിക്കോട് പോവാ, വൈബായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാ. അപ്പൊ ഇന്ന് നമ്മള് വലിയ പെരുന്നാളായിരുന്നു, ഒന്നാം പെരുന്നാളായിട്ട് ഞങ്ങൾ നൈറ്റ് ഇങ്ങനെ കോഴിക്കോട് പോവാ വിചാരിച്ചു. ഭയങ്കര വൈബാന്ന് പറയുന്നത് നൈറ്റ്. അപ്പൊ നമ്മള് ആണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ ഇനി പോണ വൈകി ഇങ്ങനെ കാണല. അതെ അതെ, അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ കോഴിക്കോടിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. സ്ഥലമാണല്ലേ. രണ്ടാമത്തെ ബീച്ച് ഏറ്റവും അടിപൊളി ലോകത്തിലെ വേൾഡിലെ അപ്പൊ ഇപ്പം പറയണത് വീഡിയോക്ക് റീച്ച് ചെയ്യാൻ എന്റെ വണ്ടി നല്ലപോലെ എടുക്കണം എന്നാട്ടോ. എന്റെ വണ്ടി ഏതാ? വണ്ടി ഉണ്ടാവും. നമ്മള് ബാക്കിൽ 4 ആളെ വെച്ചിട്ടാണ് പോണത്. ഓൻ ഇന്നലെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് താന്നൂര് എത്തിയിട്ടാ ഗായ്സ്, താന്നൂര് എത്തിക്കുന്നത്. ഡോക്ടർ ചെക്കനിക്ക് പെണ്ണിട്ടൂല. ഇവിടെ അടുത്ത് പറയണ മോശക്കാരനൊന്നല്ല, ഒരു JCB, ഒരു കാറ് ഒക്കെ ഉണ്ട്. പൈസക്കാരനാണ് സെലു. എനിക്കെന്താ പറയള്ളത്? കൊറേ കാലത്തിന് ശേഷം കോഴിക്കോട് പോണ അത് നല്ല പോയിന്നല്ല. ഞങ്ങളെന്താ വീഡിയോ എടുക്കുമ്പോ ഒന്നും ഉണ്ടാത്തത്? ആരാ ഉണ്ടായിരിക്കുന്നത്? വീഡിയോ കാണുമ്പോ ഒന്നും മുണ്ടണില്ലല്ലോ. എഴുതി വെച്ചിക്കണ്. നല്ല തട്ടുകട കണ്ടിട്ടാ ഏതായാലും ഈ യാത്ര ഒരു 1.5 യാത്ര ആവൂല. ഏതൊക്കെയാണ് കാണില്ലേ? മോളെ വരല്ലേ? എന്നോട് പറഞ്ഞു അപ്പൊ നമ്മളിതാ പാട്ടിടാതെ നമ്മള് പാടിക്കാണ്ട് പോകണ്ട. കുത്തുവാണ് പാട്ട്. കരോക്കെ ആയാലോ? അപ്പൊ ഗായ്സ് നമ്മള് പരപ്പനങ്ങാടി കഴിഞ്ഞിട്ടാ, പരപ്പനങ്ങാടി കഴിഞ്ഞ് സ്കിപ്പ് അടിക്ക്. ഇവർക്കൊന്നും ഉറക്കൂല്ല. സൗണ്ട് ഇപ്പൊ വരൂടെ സെലോ, പേടിക്കണ്ട. നല്ല സൗണ്ടാന്ന് പറഞ്ഞാൽ കൊടുത്തതാണ്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടാ. എന്താ എനിക്ക് പറയാനുള്ളത്? ഞങ്ങളൊന്നും പറഞ്ഞു ഞാൻ സെലുവാ. ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഈ പാട്ട് കിട്ടണോ? അതെന്താ മഴ ഇവിടെ
അതിനെക്കാട്ടി ഇതിലിട്ടാ മതിയല്ലോ. ഓഫാക്കൂല. എന്താടാ സുഭാഷിന്റെ പേര്? കിട്ടിട്ടാ നമ്മൾ സൗണ്ട് കിട്ടിട്ടാ. ഇതിന്റെ സൗണ്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ റെഡി ആയിക്കണേ. ഇപ്പൊ എനിക്ക് സന്തോഷമായി. നോക്കുക ഫാത്തിമ. എന്താ രസം. മണ്ണത്തൊഴിയേ ഞാനെന്നും കൽവിലൊരാശ പ്രിയേ കൽവിലൊരാശ തിന്നിടുവാ. നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും യാചകനായെന്നോ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ ഉന്തിരി തിന്നിടുവാൻ. ആരൊക്കെ കായ്ക്കുന്ന നാടിന്റെ മധുപോറും കിസ്സ പറഞ്ഞാട്ടെ മല കണ്ട പൂങ്കാറ്റെ ആരൊക്കെ നീ കൊണ്ട് വന്നാട്ടെ. കുഞ്ഞുമോളെ മാരനയാറായി മണിത്താലി മാറിയാറായി മോളെ മുഴുവൻ പണിയെടുത്ത് കല്യാണ പണിയെടുത്ത് എന്റെ പോലെ കഷ്ടത്തിലാക്കല വേല ഇതാ. എന്റെ പോലെ കഷ്ടത്തിലാക്കല വേല ഇതാ. ചെയ്തിട്ടാകെ കുഴപ്പത്തില മറ്റ മടിക്കുല പല്ലും കൊടുത്തേക്കൂലാതെ. മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ പകൽക്കിനാവിൻ മുഹമ്മദ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് നൂറെ മുഹമ്മദ് യാ അപ്പൊ നമ്മള് കോഴിക്കോട് എത്തിയില്ല.
അപ്പൊ ഗായ്സ് നമ്മളിതാ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ടൈം ഇപ്പോ എത്ര അറിയോ? അല്ലോ ഇത് എത്ര ടൈം എത്രടാ? 12:15. 12:30 ടൈമായിട്ടത്. ഇപ്പൊ നമ്മള് എന്തേലും അവിടെ എന്തൊക്കെ ചോദിക്കണ്ടിട്ടാ. നല്ല പാട്ട് പാടിയല്ലേ, ദാഹം ഉണ്ടാവും. എത്ര വേണപ്പോ? 3 അപ്പൊ നമ്മള് ബീച്ചിന്റെ അവിടുന്ന് കൊറേ ഇങ്ങോട്ട് പോകുന്നില്ലേ. ഇവിടെ എവിടെ? സ്റ്റേജിന്റെ ബാക്കിലാണ്. ഇവിടെ മൊത്തം സദാചാരം സെക്യൂരിറ്റി ഉണ്ടായതൊന്നുമില്ല ഇതിനകത്ത്. കപ്പിൾസ് ആണ്, കപ്പിൾസ്. ടൈം 1 മണി ആയിട്ടാണ്. ആളുകൾക്ക് ഒരു കുറവില്ല. നമ്മൾ കുറേ ഇങ്ങോട്ടാണ്. അതിലെ കോഴിക്കോടിൻ്റെ അവിടെ അല്ല ഉണ്ടല്ലേ. അവിടെ എന്തൊക്കെയോ മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അവിടെ ആരൊക്കെ ഇടുന്നുറങ്ങി പാവൻ. അതെ, ഇതെന്താ ബുർജ് ഖലീഫ? അപ്പൊ ഗായ്സ് നമ്മൾ ഇതില് കോഴിക്കോടിൻ്റെ അവിടെ എത്തിയിട്ട് ആ തലക്കന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ ഉള്ള ജനം നോക്കാണ്. പൊന്നു നല്ല ആളുണ്ട് അവിടെ. 1:30 മണി രാത്രി. ഇവരോടെ അതായത് ഈ തല മുതൽ ആ തല വരേക്കും ആൾക്കാരാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങളവിടെയൊക്കെ കുറേ നടന്നിട്ടാണ്. നടന്നതിന് ശേഷം കുഴങ്ങിയാണ്. ഇവിടെ നല്ല ആൾക്കാരുണ്ട്. 1 മണിയപ്പോൾ ടൈം. കാറ്റില്ല, നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ വന്ന് ഒരാളെ കാണാനില്ല, മിസ്സിങ് ആണ്. പോകുമ്പോൾ ഞങ്ങളെപ്പോൾ ഉണ്ടായിരുന്നു. എപ്പോഴാ മുങ്ങിയതെന്ന് കണ്ടില്ല. എവിടെയൊക്കെ പോയതെന്ന് ഒരു ഐഡിയ ഇല്ല. അവനൊക്കെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. എൻ്റെ ടൈം അഞ്ചാ 1:18 ടൈം രാത്രി. ഉറങ്ങാൻ വന്നാട്ടോ ഒരാളിതോടെ ഉറങ്ങണം. സെലു ഉറങ്ങണില്ലടാ. പ്രവാസ ഉറങ്ങണില്ല. ഉറങ്ങാൻ വന്നാണ് പെരി കിടന്നാ പോരാ. 1 മണിയായി. അതാ പോണു. ആയി ചന്ദ്രൻ. നടന്നോക്കടോ. എന്താണ് കോഴിക്കോട് പോവാ. നിങ്ങളിപ്പോ കിടന്നുറങ്ങാൻ വന്നതാ. നീച്ചിനായി.
രാത്രി 12 മണിക്ക് ഉള്ളു കണ്ണ് ചോത്ത് നമ്മൾ തിരഞ്ഞെടുക്കും. അതാണ് എന്റെ കണ്ണ് ചോത്തിക്കണില്ല. അപ്പൊ അതാ പിന്നെ യാത്ര തുടങ്ങിയിരിക്കണട്ടാ. പോവാറിന് പറഞ്ഞാള് പിന്നെ നീച്ചിക്കണേ. എന്നാലും നമ്മളിപ്പോ വന്ന ആളിപ്പോ ഒഴുക്ക പോയത് സോലിയെ കടല് പോയി തോന്നുന്നു. സീന് ആ ആളെ കാണുന്നില്ല. അതാരാ അവന്റെ മൂക്കിന്റെ സെന്ററിലൊക്കെ മൂക്കുത്തി എതിർത്തിരിക്കണേ. കടുക്കാൻ കുത്തിരിക്കണേ. എന്തെത്താപ്പത് കഥ. 2 മണിയാവാനായിട്ട് ഇങ്ങനെ വന്ന് പെരി പോവാനായി. നമ്മൾ 11 മണിക്കാ വന്നേന്ന് ഞങ്ങൾ വെക്കാം. 11 മണി നമ്മളിവിടെ എപ്പോഴാ എത്തിയേ? 12 മണിക്കാ. 12:30 നമ്മളിവിടെ എത്തി. ഇവരൊക്കെ തോന്നുന്നു 8 മണിക്ക് എത്തിയാ. പെരി പോകാനുള്ള ഉദ്ദേശിച്ചു. പാട്ടുപെട്ടിയൊന്നും കേൾക്കണില്ല ചേട്ടാ. അല്ലേ ഇവിടെ കുറച്ച് മുട്ടിപ്പാട്ടൊക്കെ കാണേണ്ടിയിരുന്നു. കണ്ണ് തുടച്ചിട്ട് ചുരുമ്പൊക്കെ കൂടെ ഇങ്ങോട്ട് കലങ്ങി. ആ ഓരോരുത്തരെ പമ്പരം कितना भाई? कितना? 30. 30 रुपया. 30 रुपया. നല്ലൊരു കുറെ കളിസാമാനങ്ങളുണ്ട് കേട്ടോ. സോലിയ ഇജ്ജ് തിരമാല ആസ്വദിക്ക. കണ്ണി നോക്കുന്ന ആളാണ്. ആര് പോയാ പോയാ അവിടെ പോയി കെടുക്കാൻ പോയതാന്നോണ്ട് ഒരു കഥ. അതവിടെ പോയി ഇരുന്നിട്ടാ. അവിടെ പോയിരുന്നു അതാ പറഞ്ഞ അവിടെ പരിപാടി ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ എന്താ സംഭവം? എന്താ ഒന്നുമില്ലല്ലോ. മറ്റേടാ ഇവിടെ ഒന്നുമില്ല ഗായ്സ്. എവിടെ എത്ര റേറ്റ് അല്ല സംഭവം കാണാൻ രസമുണ്ട്. അതെങ്ങനെ കാക്കണോ? സീന് അതാ. ഞാൻ കളിച്ചോട്ടെ, നീ പൈസ കൊടുക്കും.
അടുത്ത ആൾ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ആ ബമ്പം ഫൈറ്റാണ്. അല്ലോ സീന്. അവൻ തടിക്കാത്ത പേർക്കണോക്ക. ഞാൻ കണ്ടുവിടോ. ഇന്നെന്താ കൊണ്ടുണ്ടോ? നോക്കി നോക്കി വാ. പോണേ കയറാതിരിക്കാനാണ് ബൈക്കിൽ നടക്കുന്നത്. ആ ട്രാക്കിൽ കയറാതിരിക്കാനേ സൈഡിൽ ബാക്ക് ഇട്ടുകൊണ്ട് പോണതാ. ഗായ്സ് നമ്മളെ യൂട്യൂബിൽ എന്താണ് നെഗറ്റീവ് അധികം വരുന്ന ആളല്ലേ സാജിദ സാജി. ഒറ്റയ്ക്ക് 2 കുട്ടികൾ 5 കുട്ടികളില്ലേ? ഇതിപ്പോൾ 2 ഉള്ളൂ. ഇപ്പോൾ ഒരു നേരം വന്നിരുന്നിക്കണേ. അതായത് ഫുള്ള് വാച്ച് ചെയ്യണം. ഇയാള് ഫുള്ള് വാച്ച് ചെയ്യണേ. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയല്ല രസമുണ്ടാവും. നോക്കി കാണുന്നില്ല, ഇടങ്ങോട്ട് നോക്കണില്ല. പക്ഷെ നമ്മള് വീഡിയോയിലൊന്നും കാണാൻ പറ്റില്ല കേട്ടാ. നേരെ സ്ഥലത്തെ കഴിക്കാണ്ട് വീഡിയോയിൽ ഫുള്ള് നെയ്റ്റിയൊക്കെ ഇട്ടാണ്ട് എന്തോ ആലോചനയിലാണ് ആള്. ഏതായാലും ആൾക്ക് നല്ല നെഗറ്റീവ് കുറേ റിവ്യൂ ഉണ്ട്. അവളെ കാട്ടിക്കൂട്ടലുകൊണ്ടല്ലേ അല്ലേ പോവാത്ത? എന്തോ കാര്യമായിട്ട് എന്തോ ആലോചിക്കുകയാണ്. നല്ല ആലോചന. അങ്ങോട്ട് നോക്കി കടലിക്ക് നോക്കി ആലോചിക്കുകയാണെങ്കിൽ പിടുത്തം കിട്ടുമല്ലോ. അതെ. അവര് നീച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇതാക്കണ കണ്ടുകൊണ്ടോ യാസി വ്ളോഗ്സിനെ കണ്ടു. അതെ, നീലക്കുയിൽ യാസി വ്ളോഗ്സ്. നമ്മളാരാ വിളിച്ചാ അവര് നീച്ചിട്ട് അവിടുന്ന് യൂട്യൂബിലെ സാജിദ സാജി. അത് നോക്കി മക്കളെ. ഇപ്പൊ ടൈം എത്ര സോലിയാ? 3 മണിക്ക് ഇവിടെ ഫുട്ബോൾ കളിക്കണണ്ടില്ലേ? എന്താ അവരൊക്കെ വൈബ്, അടിപൊളിയാണ്. ഇതാണ് നൈറ്റ് വൈബ് മക്കളെ. തിരമാലകൾക്ക് അടുത്ത് ഫുട്ബോൾ കളിക്കണം. ഇതായിരുന്നു. അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ ഒരു 12 മണിക്കൊക്കെ ഇവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ ടൈം ഏകദേശം 3 മണിയായി. അപ്പോൾ ഞങ്ങളപ്പം വന്ന 3 ആൾക്കാർ വണ്ടിയിൽ സൈഡ് അയക്കണം. ആകെ ഉറങ്ങി പുറത്തും വിട്ടിട്ട് അവരാണ് ആദ്യം കോഴിക്കോട് കോൾ ചെയ്താണ് നിൽക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങളേതായാലും പോവാണ്. ഇവിടെ എപ്പോഴും ആൾക്കാർ ഒരു കുറവില്ല കേട്ടോ, ഫുള്ളും ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി ഇതേമാതിരി ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും ബൈ.